ചാലക്കുടി നഗരമധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്സൺ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച വാട്സൺ പാർക്കാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത്. അന്നമനടയിൽ ചത്ത തെരുവുനായ്ക്ക് പേവിഷബാധ. പഞ്ചായത്തിലെ 66 തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ഗാന്ധി സ്മരണയിൽ രാജ്യം. രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി നഗരമധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്സൺ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച വാട്സൺ പാർക്കാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത്. വീടുകളിൽ നിന്നുള്ള ജൈവ മാലിന്യങ്ങൾ ഇവിടെ ശേഖരിച്ച് ജൈവവളമാക്കുന്നതിനായാണ് ഈ സംവിധാനം ഒരുക്കിയത്. വീട്ടുകാർ നേരിട്ട് ജൈവമാലിന്യം ഇവിടെ കൊണ്ടുവരികയും ഇവ ശാസ്ത്രീയമായി സംസ്കരിച്ച് ദുർഗന്ധമില്ലാതെ മാലിന്യമാക്കി മാറ്റുകയും ചെയ്യുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഷെഡ് അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന കാലത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയ ഭരണസമിതി വന്നെങ്കിലും വാട്സൺ പാർക്ക് പ്രവർത്തനം സജ്ജമായില്ല. പരിപാലനം ഇല്ലാതായതോടെ ഷെഡ് അടക്കമുള്ളവ തുരുമ്പെടുത്തു. കാടുകയറി കിടക്കുന്ന ഇവിടെ ഇപ്പോൾ ഇഴജന്തുക്കളും കയ്യേറി. സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയായിരിക്കുകയാണിപ്പോൾ നഗരമധ്യത്തിലെ വാട്സൺ പാർക്ക്. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട കീഴൂർ കാവൽപുര ഭാഗത്ത് പ്രദേശവാസിയെയും മറ്റു നായ്ക്കളെയും പശുവിനെയും കടിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിലാക്കിയ തെരുവുനായ്ക്ക് പേവിഷബാധ. പ്രദേശവാസിക്ക് മറ്റു നായകളെയും പശുവിനെയും കടിക്കുകയും പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയും ചെയ്തതിനെ തുടർന്നാണ് തെരുവുനായെ പിടികൂടി നിരീക്ഷണത്തിലാക്കിയിരുന്നത്. കഴിഞ്ഞ 28-നാണ് പ്രദേശവാസിക്കും തെരുവുനായകൾക്കും പശുവിനും കടിയേറ്റിരുന്നത്. നാട്ടിൽ പരിഭ്രാന്തി പരത്തിയ നായയെ കീഴടൂർ കാവൽപുര ഭാഗത്തു നിന്നും തളിക്കുളത്തു നിന്നും എത്തിയ അനിമൽ സ്ക്വാഡാണ് പിടികൂടിയത്. പിടികൂടിയ നായയെ നിരീക്ഷണത്തിലാക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലാത്ത വന്നതോടെ വാർഡ് മെമ്പർ CK ഷിജുവിന്റെ വീട്ടിലെ കൂട്ടിലാണ് നിരീക്ഷണത്തിൽ ആക്കിയിരുന്നത്. കൂട്ടിലിട്ടിരുന്ന തെരുവുനായ ഞായറാഴ്ച ചത്തു. തുടർന്ന് മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ ആൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. കടിയേറ്റ പശുവിനെയും വാക്സിനേഷൻ നൽകിയ ശേഷം നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. വിഷബാധ സ്ഥിരീകരിച്ച നായ അതിന്റെ 3 കുഞ്ഞുങ്ങളെയും സമീപവാസിയുടെ 2 പൂച്ചകളെയും കടിച്ചു കൊന്ന ശേഷമാണ് പ്രദേശവാസിയെ കടിച്ചത്. തെരുവ് നായകൾക്ക് പുറമെ വീടുകളിൽ കൂട്ടിലിട്ടിരുന്ന ലാബ്ഡോർ ഇനത്തിൽപ്പെട്ട നായയെയും കടിച്ചിരുന്നു. നായ നാട്ടിൽ വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തളിക്കുളത്തെ അനിമൽ സ്ക്വാഡിനെ വിവരമറിയിക്കുകയും നായയെ പിടികൂടുകയുമായിരുന്നു. പേവിഷബാധ സ്ഥിരീകരിച്ച കാര്യം വെറ്റിനറി ആശുപത്രി അധികൃതർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് തെരുവുനായ പരിഭ്രാന്തി പരത്തിയ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും മേഖലയിലെ തെരുവുനായ്ക്കളെ പിടികൂടി വാക്സിനേഷനും നൽകി. 66 നായകൾക്കാണ് വാക്സിനേഷൻ നൽകിയിട്ടുള്ളത്. കടിയേറ്റ മറ്റു നായ്ക്കളെ നിരീക്ഷിക്കണമെന്നും അവയെ മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത വിധം കൂട്ടിലടച്ചിടുകയോ കെട്ടിയിടുകയോ ചെയ്യണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായാണ് വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 66 നായ്ക്കളെ അനിമൽ സ്ക്വാഡ് എത്തി പിടികൂടിയ ശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ വാക്സിനേഷൻ നൽകിയത്. നിരവധി യാത്രക്കാരും ജനങ്ങളും വന്നു പോകുന്ന അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീതി പരത്തി ഒട്ടേറെ നായ്ക്കൾ അലഞ്ഞു നടക്കുന്നതായും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം, മാള. ഗാന്ധി സ്മരണയിൽ രാജ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹം അഹിംസയെയാണ് സമരായുധമാക്കിയത്. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സേവന പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ എറണാകുളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറുമശ്ശേരി സർക്കാർ UP സ്കൂളിൽ സേവന ദിനമായി ആചരിച്ചു. സ്കൂൾ പരിസരം വൃത്തിയാക്കിയ സൈനിക കൂട്ടായ്മ സ്കൂളിൽ പൂന്തോട്ടവും സജ്ജമാക്കി. തുടർന്ന് നടന്ന യോഗം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PP ജോയ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക EK പാർവതി, ജോബി വർഗീസ്, സോമരാജൻ, സീനിയർ അധ്യാപകൻ ഋഷികേശ് വർഗീസ്, PTA പ്രസിഡന്റ് MS ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് പൊതുയിടങ്ങളിലെ ശുചിത്വം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ശുചീകരണം നടത്തിയത്.
മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി അലൂഷ്യസ് സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ പങ്കാളികളായി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം മഹാത്മജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു. മഹാത്മജിയുടെ ലഘുജീവചരിത്രം സദസ്സിൽ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലി. വക്കച്ചൻ അമ്പുക്കൻ, സോയ് കോലഞ്ചേരി, KK രവി നമ്പൂതിരി, MA ജോജോ, സാബു കൈതാരൻ, ബൂത്ത് പ്രസിഡന്റ് ജിജോ, സാനി ചക്കാലക്കൽ, KR പ്രേമ, ജയശ്രീ ശിവരാമൻ, ഷീല ജോസ്, ഷൈനി റാഫേൽ, PD ഷിബു, സന്തോഷ് ആത്തപ്പള്ളി, ബൈജു കണ്ടപ്പശ്ശേരി, CL പിൻഡോ, PS മധു, സുമേഷ് വാളൂർ, സെബു ജോസഫ്, അബ്ദുൽ കരീം മഞ്ഞളിവളപ്പിൽ, ജോയ് ജോൺ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിന് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം മുക്കാട്ടുകരയിൽ കോൺഗ്രസ് സമുചിതമായി ആഘോഷിച്ചു. മുതിർന്ന നേതാക്കളായ CG സുബ്രഹ്മണ്യൻ, K മാധവൻ എന്നിവർ ചേർന്ന് ഗാന്ധി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ മുഖ്യാതിഥിയായി. ബൂത്ത് പ്രസിഡന്റ് നിതിൻ ജോസ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി, ജോസ് കുന്നപ്പിള്ളി, KK ജെയ്ക്കോ, ഷാജു ചിറേത്ത്, ജോൺ C ജോർജ്, വിൽസൺ എടക്കളത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ മാള ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ പദയാത്രയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ പദയാത്രയിൽ മാള ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മോഡൽ LP സ്കൂൾ ഹരിത സ്കൂളായി പ്രഖ്യാപനം നടത്തി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, കലാപരിപാടികൾ എന്നിവ ജനശ്രദ്ധ നേടി. ഗാന്ധി ജയന്തി ദിനത്തിൽ കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും NSS യൂണിറ്റുകളും സംയുക്തമായി ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. രാവിലെ പോലീസ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. DYSP VK രാജു അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു. SHO BK അരുൺ, NSS ക്ലസ്റ്റർ കോർഡിനേറ്റർ ER രേഖ, പ്രോഗ്രാം ഓഫീസർമാരായ KH ബിന്നി, AA തോമസ്, മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ KJ ശ്രീജിത്ത്, ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KKTM GGHSSലെ NSS യൂണിറ്റ് ഒരുക്കിയ ലഹരിക്കെതിരെയുള്ള സെൽഫി പോയിന്റും കിക്ക് ഓഫും MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജിൽ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ മിഷൻ സ്വച്ഛത എന്ന പേരിൽ പരിസര ശുചീകരണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനോയ് കോഴിപ്പാട്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വിനീഷ് വട്ടോളി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്ന P വാരിജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഒക്ടോബർ 2 ആരംഭിച്ച് മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരള മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും പീച്ചി ഡാം, അഴീക്കോട്, മുനക്കൽ, ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ജലഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള 2ാം ഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന തൃശൂർ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷെഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. A+ ഗ്രേഡ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പീച്ചി ഡാമും
അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസമാക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, ജനഗുണാത്ത ലാബുകൾക്ക് അതിൻ്റെ കിറ്റുകളുടെ 2ാം ഘട്ടത്തിൻ്റെ വിതരണം, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ്. മീഡിയ ടൈം തൃശൂർ. അനധികൃതമായി മദ്യവിൽപ്പന നടത്തുകയായിരുന്ന ആളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിളൻ അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വീട്ടിൽ വേലായുധനാണ് അറസ്റ്റിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാഞ്ഞിരപ്പള്ളിയിലെ വീടിന് മുന്നിൽ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. മദ്യക്കുപ്പികൾ സഞ്ചിയിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. പ്രതിയുടെ വീട്ടുപറമ്പിലെ കോഴിക്കൂടിനടിയിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന 1/2 ലിറ്ററിന്റെ 24 കുപ്പി വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KN സുരേഷ്, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TR രാകേഷ്, ജെയിൻ മാത്യു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പിങ്കി മോഹൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. മേൽഡൂർ സമിതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സർഗോത്സവം നടന്നു. പ്രശസ്ത സിനി ആർട്ടിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കുമാരി ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിൽ 200ഓളം കുട്ടികൾ മാറ്റുരച്ചു. ചൊവ്വാഴ്ച നടന്ന സമാപന സമ്മേളനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഷിബു ആന്റണി മുഖ്യാതിഥിയായിരുന്നു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. SMC ചെയർമാൻ അനിൽ ജോൺ, MPTA പ്രസിഡന്റ് സജിത, സ്കൂൾ പ്രിൻസിപ്പൽ KS ലേഖ, പ്രധാന അധ്യാപിക PA ജാസ്മി, വിലജ ബാബു എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സ്വച്ഛത ഹി സേവ 2024 മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം ശ്രീനാരായണപുരം മാർക്കറ്റിൽ CCTV സ്ഥാപിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അയ്യൂബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഹന P ആനന്ദ് ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ PN ഔഷാദ്, മെമ്പർ ഇബ്രാഹിം കുട്ടി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സച്ചിദാനന്ദൻ, വ്യാപാര വ്യവസായ പ്രതിനിധി ഷീന, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വിനീത എന്നിവർ സംസാരിച്ചു. മാള SSKയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ സ്കൂൾ തല കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ S രാധിക പദ്ധതി വിശദീകരണം നടത്തി. കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, PS ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോ, PTA പ്രസിഡന്റ് PK അയ്യപ്പൻകുട്ടി, OSS സെക്രട്ടറി PV അരുൺ, MU സുരേഷ്, സ്മിത, KS ഗ്രീഷ്മ ചന്ദ്രൻ, ജോബി P, ജേക്കബ് ബിജു എന്നിവർ സംസാരിച്ചു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം കൊമ്പിടിഞ്ഞ മക്കളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി തിലകൻ, നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ KM ശങ്കരമുരുകൻ, സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് KK സുനിൽ ബിന്ദു, KA ജയപ്രകാശ്, രാജേശ്വരി അരുൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. CPI പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പയിൻ നടത്തി. പിണ്ടാണിയിൽ നടന്ന ക്യാമ്പ് KS ജയ ഉദ്ഘാടനം ചെയ്തു. ഭാനു വിക്രമൻ രക്തപതാക ഉയർത്തി. ക്യാമ്പിന് ആരംഭം കുറിച്ചു. KV വസന്തകുമാർ, VR സുനിൽകുമാർ MLA, MR അപ്പുക്കുട്ടൻ, TN വേണു, KV സുജിത് ലാൽ, CN പ്രദീപ് കുമാർ, AP വിദ്യാധരൻ, UV വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. സിദ്ദിഖ് തോട്ടുങ്ങൽ ക്യാമ്പ് ലീഡറും സംഗീത അനീഷ് ഡെപ്യൂട്ടി ലീഡറുമായിരുന്നു. സുമിത ദിലീപ്, ശൈലജ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. മാള ലയൺസ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. The international leaders has deputed me as to convey some messages that last year international president Lion Dr. Patty Hill and the current president from Brazil Lion Fabricio Oliveira and the coming international president Lion Arvinder Pal Singh had a mission and vision
then we need to enhance our membership up to 1.5 million. Means 15 ലക്ഷം എന്നുള്ള ആ ഫിഗറിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ യജ്ഞം നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. കമ്മിങ് ഇയേഴ്സ് ലയനിസം വിൽ ബി ഗ്രോവിങ് ആൻഡ് ഗ്ലോയിങ്. അതിനൊരു തർക്കവുമില്ല. അവർ പ്രൗഡ് ഇന്ത്യൻ അരവിന്ദർ പാൽ സിംഗ് വിൽ ബി ദ AP Singh will be the international president for next year. പീറ്റർ പാറേക്കാട് അധ്യക്ഷത വഹിച്ചു. പുത്തുഞ്ചിറ കെ കരുണാകരൻ സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാനായി ചുമതലയേറ്റ PK ജോസിനെ ചടങ്ങിൽ ആദരിച്ചു. ജോസ് കൊടിയൻ, ലിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരമധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്സൺ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച വാട്സൺ പാർക്കാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത്. അന്നമനടയിൽ ചത്ത തെരുവ് നായ്ക്ക് പേവിഷബാധ. പഞ്ചായത്തിലെ 66 തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ഗാന്ധി സ്മരണയിൽ രാജ്യം. രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.